അതായത് വാര്യരുടെ വെല്ലുവിളിയാണ്. വിഷയം ഇതാണ്. എന്താ വെല്ലുവിളിച്ചിരിക്കുന്നത്? തന്റെ ജനതയ്ക്ക് മുൻപാകെ വെച്ച 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് മുഹമ്മദ് തന്റെ ജീവിതത്തിൽ പാലിച്ചിരുന്നു എന്ന് തെളിയിച്ചാൽ വാരിയർ ഓഫ് ജീസസ്, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പരസ്യമായി പറയുകയാണ്, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയ വാരിയർ ഓഫ് ജീസസ് ഈ പരിപാടിക്ക് ഇവിടെ നിങ്ങൾ അത് നിരത്തുന്ന നിമിഷം വിരാമം കുറിക്കും. ഏത് നാട്ടിലാണെങ്കിലും അവിടെ നിന്ന് എൻ്റെ സ്വന്തം ചെലവിൽ ഫ്ലൈറ്റ് എടുത്തു വന്ന് നിങ്ങൾ പറയുന്ന ഇടത്ത്, നിങ്ങളുടെ സ്ഥലം പൊന്നാനിയല്ലേ, അവിടെ വന്ന് സംഗതി നടത്തി, സുന്നത്ത് നടത്തി തൊപ്പിയിട്ട് നവാസ് മാനാനിയെ പോലോ അല്ല നൗഷാദ് ബാഹവിയെ പോലോ നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ജനതയോട് വയളോതുന്നത് പോലെ ഞാൻ ഇസ്ലാമിക പ്രഭാഷണം നടത്തി എൻ്റെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ തെളിയിക്കണം 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന്, ഇസ്രായേലിന്റെ ദൈവം കൊടുത്ത 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് മുഹമ്മദ് തന്റെ ജീവിതത്തിൽ പാലിച്ചിരുന്നു എന്ന്. ഇതാണ് ഞാൻ AI-യിലേക്ക് കൊടുക്കുന്നത്. ഈ വിഷയം വളരെ താല്പര്യമുണർത്തുന്ന ഒന്നാണ്. വാര്യരുടെ വെല്ലുവിളി എന്ന് നിങ്ങൾ സൂചിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലോ മറ്റോ നടന്ന ചർച്ചകളെയാകാം. യഥാർത്ഥത്തിൽ ഇസ്ലാം മതവും ജൂത ക്രൈസ്തവ മതങ്ങളും ഒരേ വേരുകളിൽ നിന്ന് അബ്രഹാമിക് മതങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവ തമ്മിൽ അടിസ്ഥാനപരമായ പല സാമ്യങ്ങളും. ഇസ്രായേലിന്റെ ദൈവം മോശയ്ക്ക് മൂസ നബിക്ക് നൽകിയ 10 കൽപ്പനകൾ, 10 കമാൻഡ്മെന്റ്സ്, മുഹമ്മദ് നബി പിന്തുടർന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള വസ്തുതകൾ താഴെ നൽകും. ഖുർആനിലെ 10 കൽപ്പനകൾ അതേപടി ഒരു പട്ടികയായി ഖുർആനിൽ നൽകിയിട്ടില്ലെങ്കിലും ആ കൽപ്പനകളുടെ സന്ദേശം ഖുർആൻ ശക്തമായി ഉയർത്തിപ്പിടിക്കും. വിശുദ്ധ ഖുർആനിലെ അൽ അൻആം അനുപാതം 6:151 -153, അൽ ഇസ്ര വൈകിട്ട് 5 മണി കഴിഞ്ഞ് 22 -39 എന്നീ അധ്യായങ്ങളിൽ ഈ 10 കൽപ്പനകൾക്ക് സമാനമായ കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അവയെ നമുക്കിങ്ങനെ താരതമ്യം ചെയ്യാം. ബൈബിളിലെ 10 കൽപ്പനകൾ. ഇസ്ലാമിലെ നിലപാട്: 1. ഏകദൈവത്തിൽ വിശ്വസിക്കുക. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ തൗഹീദ്, ഏകദൈവ വിശ്വാസമാണ്. 2. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. വിഗ്രഹാരാധന ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമായി ശിർക്ക് കരുതുന്നു. 3. ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ദൈവനാമത്തെ ആദരിക്കണമെന്നും അനാവശ്യമായി സത്യം ചെയ്യരുതെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. 4. ശബ്ബത്ത് വിശ്രമദിനം പാലിക്കുക. ഇസ്ലാമിൽ ജൂതന്മാരുടെ ശബ്ബത്ത് ആചാരമില്ല, എന്നാൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം. 5. മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഖുർആനിൽ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചേർത്ത് പറയുന്ന കാര്യമാണ്. 6. കൊലപാതകം ചെയ്യരുത്. ഒരാളെ കൊല്ലുന്നത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണെന്ന് ഖുർആൻ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 32 പറയുന്നു. 7. വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം നിഷിദ്ധമാണെന്ന് മാത്രമല്ല, അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ പോലും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു. 8. മോഷണം നടത്തരുത്. മോഷണം വലിയ കുറ്റകൃത്യമായി ഇസ്ലാം കണക്കാക്കും. 9. കള്ളസാക്ഷ്യം പറയരുത്. സത്യസന്ധതയ്ക്കും നീതിക്കും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. 10. അയൽക്കാരന്റെ വസ്തുക്കൾ മോഹിക്കരുത്. അസൂയയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതും കർശനമായി വിലക്കിയിരിക്കും. ചുരുക്കത്തിൽ മുഹമ്മദ് നബി ഈ കൽപ്പനകൾ പിന്തുടർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്നാണ് ഉത്തരം. കാരണം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് മൂസ നബിക്ക് ലഭിച്ച അതേ സന്ദേശത്തിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് നബിയിലൂടെ ഉണ്ടായതെന്നാണ്. ഞാൻ വന്നത് മുൻപുള്ള പ്രവാചകന്മാരുടെ നിയമങ്ങളെ ടോറ, സാബൂർ, ഗോസ്ബൽ തകർക്കാനല്ല, മറിച്ച് അവയെ പൂർത്തിയാക്കാനാണ് എന്ന ആശയമാണ് ഇസ്ലാം മുന്നോട്ട്. ശബ്ബത്ത് പോലുള്ള ചില കർമ്മപരമായ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ധാർമ്മികമായ മോറൽ ലോസ് എല്ലാ കൽപ്പനകളും ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിനാൽ തന്നെ ഈ കൽപ്പനകൾ പിന്തുടരുന്നത് ഒരാൾ മുസ്ലിം ആകുന്നതിന് തടസ്സമല്ല, മറിച്ച് അത് ഇസ്ലാമിക ജീവിത രീതിയുടെ ഭാഗം തന്നെയാണ്. ഈ വിഷയത്തിൽ ഖുർആനിലെ ഏതെങ്കിലും പ്രത്യേക വചനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണോ? കേട്ടില്ലേ? ആ വാര്യർക്ക് മുസ്ലിം ആകുന്നതിൽ തടസ്സമില്ല.